പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അശ്വിനെ കൊല്ലണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ശ്യാം ഇതേ തുടർന്ന് അശ്വിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇനി അശ്വിന് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. നിന്റെ അവസാന ദിവസങ്ങൾ അടുത്തെത്തി കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്ത് ശ്യാം അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് ശ്യാമിനെ പിന്തുടർന്നുകൊണ്ട് അവിടേക്ക് ശ്രുതി എത്തുന്നത്. അശ്വിനെ കാണുന്ന ശ്രുതി അശ്വിന്റെ അടുത്തേക്ക് ഓടി വരികയും അശ്വിനെ കെട്ടിപ്പിടിച്ച് രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ അശ്വിനാകട്ടെ ഇവിടെ നിന്ന് എന്നെ നിനക്ക് രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന കാര്യം തുറന്നു പറയുകയും നീയെങ്കിലും രക്ഷപ്പെടു എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ശ്രുതി തിരികെ പോകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ശ്രുതിയെയും ഗുണ്ടകൾ പിടികൂടിയിരിക്കുകയാണ്. മാത്രവുമല്ല, അശ്വിന്റെ മുമ്പിൽ വെച്ച് അവളെ കെട്ടിയിടുകയും ചെയ്യുന്നു. ഈ കാര്യം കാണുന്ന അശ്വിൻ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഗുണ്ടകൾ ശ്രുതിയോട് അപമര്യാദയായി പെരുമാറുന്നതിന് ശ്രമിക്കുകയും ശ്രുതിയെ കയറി പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് കാണുന്ന അശ്വിൻ അവളെ ഒന്നും ചെയ്യരുത് എന്നും എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളാനും പറയുകയാണ്. പക്ഷേ ഗുണ്ടകളാണെങ്കിൽ അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ വീണ്ടും ശ്രുതിയെ ആക്രമിക്കുകയാണ്. ഇത് കണ്ടു നിൽക്കുന്ന അശ്വിന് രോക്ഷം അടക്കാൻ സാധിക്കുന്നില്ല. മാത്രവുമല്ല, ഇതേ തുടർന്ന് അശ്വിൻ തന്നെ കെട്ടിയിട്ടിരുന്ന കസാര വലിച്ച് പൊളിച്ചുകൊണ്ട് ശ്രുതിയെ രക്ഷിക്കാൻ എത്തിയിരിക്കുകയാണ്. ഗുണ്ടകളെ ഇതേ തുടർന്ന് അടിച്ച് നിലത്തിടുകയാണ് അശ്വിൻ. ഇതേ തുടർന്ന് ശ്രുതിയെ അവിടെ നിന്ന് രക്ഷിക്കുന്നതിനായി അശ്വിന് സാധിക്കുകയാണ്. ശ്രുതിയുടെ കൈകളിൽ നിന്ന് കയറ് കൊണ്ട് കെട്ടിയ കെട്ട് അഴിച്ചു മാറ്റുകയും തൻ്റെ കൂടെ വരാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ് അശ്വിൻ. ബാ, ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടണം എന്ന് പറയുകയും ചെയ്തുകൊണ്ട് ശ്രുതിയുടെ കൈയും പിടിച്ച് അശ്വിൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ കുറച്ചു ദൂരം പോകുമ്പോഴേക്കും ശ്യാം തിരികെ എത്തിയിരുന്നു. അവിടെ വെച്ച് നടന്ന സംഭവങ്ങളെ പറ്റി മനസ്സിലാക്കുകയാണ് ശ്യാം. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള തിരിച്ചറിവ് ശ്യാമിന് ഉണ്ടാവുകയും കാര്യങ്ങളെല്ലാം വീട്ടിലുള്ളവർ അറിയുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ വഷളാകുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഉള്ളവർ അറിയുന്നതിന് മുൻപ് എനിക്ക് അവനെ പിടികൂടണം, ഉടൻ തന്നെ നിങ്ങൾ അവനെ ഫോളോ ചെയ്തു പോകൂ എന്നുള്ള നിർദ്ദേശം ശ്യാം നൽകിയിരിക്കുകയാണ്. അവർ ഇതേ സമയം പിന്തുടരുകയും ചെയ്യുന്നു. എന്നാൽ കുറച്ചു ദൂരം പോയപ്പോഴേക്കും അശ്വിനാകെ ക്ഷീണിതനായിരിക്കുകയാണ്. ഗുണ്ടകളുടെ ആക്രമണത്തിൽ നല്ല പരിക്കും ഉണ്ടായിരുന്നു. ചോരയൊക്കെ കയ്യിൽ നിന്ന് വാർന്ന് ഒഴുകുന്നത് കാണാൻ ഇടയാകുന്ന ശ്രുതിയാകെ ഭയന്നു പോവുകയാണ്. അശ്വിനോട് കുറച്ചു സമയം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് അറിയിച്ചതിനെ തുടർന്ന് അത് വേണ്ട എന്ന് അറിയിക്കുന്ന അശ്വിൻ എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ ഒരിടത്തേക്ക് ശ്രുതിയെ എത്തിക്കണം, അതാണ് തൻ്റെ മനസ്സ് നിറയെ എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ശ്രുതി അശ്വിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, അശ്വിനോടുള്ള തൻ്റെ സ്നേഹം ശ്രുതി വ്യക്തമാക്കുകയും ചെയ്യുന്നു. മറ്റാരേക്കാളും കൂടുതൽ അശ്വിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് ശ്രുതി പറയുന്നത് അശ്വിനെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.